മാന്യ ശ്രോതാക്കൾക്ക് സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകം ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുന്നു: മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ പരമപ്രധാനമായ സന്ദേശമാണ് മാനസാന്തരം. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളിലും വെച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവം മനുഷ്യനെ തന്നോട് ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നതായി വേദപുസ്തകം വ്യക്തമാക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള ആഹ്വാനങ്ങളും പരിശ്രമങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം നൽകിയിട്ടുള്ളതായും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ന്യായപ്രമാണ യുഗത്തിൻ്റെ അന്ത്യത്തിൽ പ്രവാചകന്മാരിലൂടെ നടത്തിയ പ്രഖ്യാപനം അതിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ്. പ്രവാചകനായ ഇരമ്യാവ് തൻ്റെ പ്രവചന പുസ്തകത്തിലെ 31-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് വായിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്നും കാണുന്നു. ഈ ആത്മാവിനെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുമെന്നും യഹോവയായ ദൈവം യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. പ്രവാചക സന്ദേശങ്ങളിൽ അവസാനത്തെ പ്രവചനമായിരുന്ന മലാഖി പ്രവചനത്തിന് ശേഷം 400 സംവത്സരം ഇസ്രയേലിനോട് ദൈവം പ്രവാചകന്മാരിലൂടെ യാതൊരു സന്ദേശവും കൈമാറിയില്ല. തുടർന്ന് പുതിയ നിയമകാലഘട്ടത്തിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് വാഗ്ദത്ത മിശിഹയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ്റെ യഹൂദ ജനതയിലെ ഏറ്റവും ഭക്തരായിരുന്ന പരീശന്മാരോടും സദൂക്യരോടും ഇപ്രകാരം സന്ദേശമറിയിച്ചു: സർപ്പസന്തതികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ നടത്തിയ ആ പ്രഭാഷണം മാനസാന്തരത്തിനു വേണ്ടിയുള്ള ആഹ്വാനമായിരുന്നു. സ്വയം മാനസാന്തരപ്പെട്ടവരെന്ന് അഭിമാനിച്ചിരുന്നവരോട് യോഹന്നാൻ പറയുന്ന സന്ദേശം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയരുത്. ഈ കാണുന്ന കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ കഴിയും എന്നായിരുന്നു. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന എക്കാലത്തുമുള്ള ജനത്തോടുള്ള ശക്തമായ മുന്നറിയിപ്പായി ഈ സന്ദേശത്തെ കാണുവാൻ കഴിയും. തങ്ങൾ മാനസാന്തരപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്നവർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവർ ആയിരിക്കണം. യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാരെ പ്രകാരം പഠിപ്പിച്ചു: നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിൽ നിന്ന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. യോഹന്നാൻ്റെ മരുഭൂമിയിലെ പ്രസംഗത്തിലും ഇതേ സന്ദേശമാണ് നൽകിയത്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. തനിക്ക് പിന്നാലെ വരുന്ന യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത്: അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും പതിർകെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഇവിടെ കളപ്പുര കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവരാജ്യവും കെടാത്ത തീ നിത്യനരകവും ആണ്. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തോട് പ്രതികരിച്ചവർ തങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ നൽകിയ മറുപടി: 2 വസ്ത്രമുള്ളവർ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ ചെയ്യട്ടെ എന്നായിരുന്നു. ചുങ്കക്കാരോട് അന്യായമായി കരം പിരിക്കരുതെന്നും അധികാരസ്ഥരായ ആളുകളോട് അതിക്രമം ചെയ്യാതെയും ചതിവായൊന്നും വാങ്ങാതെയും
തങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം മതിയെന്ന് വയ്പ്പീനെന്നും യോഹന്നാൻ മറുപടി നൽകി. മാനസാന്തരപ്പെട്ട സഹാക്കായുടെ ജീവിതത്തിലും യെരുശലേമിലെ ആദ്യ സഭയിലും ഈ യഥാർത്ഥമായ മാനസാന്തരാനുഭവം നമുക്ക് ദർശിക്കുവാൻ കഴിയും. അന്യായമായി സമ്പാദിച്ചത് 4 മടങ്ങായി മടക്കി കൊടുക്കാമെന്ന് സക്കായി പറഞ്ഞു. തൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് നൽകാമെന്നും സക്കായി യേശുവിനോട് പറഞ്ഞത് തൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലമായി ഉണ്ടായ രൂപാന്തരത്തിൽ നിന്നാണ്. യേശു സക്കായിയോട് അത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടില്ല. യെരുശലേം സഭയിലെ വിശ്വാസികൾ തങ്ങളുടെ വസ്തുവകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുകയും എല്ലാം പൊതുവുകയും നേടുകയും ചെയ്തത് യഥാർത്ഥമായ മാനസാന്തരത്തിൽ നിന്നുളവായ ഉൾപ്രേരണയാലാണ്. തന്നെപ്പോലെ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും ഉള്ള മനോഭാവം യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. സഹജീവികളോടുള്ള സഹാനുഭൂതിയും കരുണയും കരുതലുമെല്ലാം യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടതും ഈ മനോഭാവമാണ്. അവിടെയാണ് യഥാർത്ഥമായ ദൈവസ്നേഹവും കൂട്ടായ്മയും ഉണ്ടാകുന്നത്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ മനുഷ്യർ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് വായിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു എന്നും യാക്കോബ് എഴുതുന്നു. യോഹന്നാന് ശേഷം പ്രസംഗിച്ച യേശുവിൻ്റെ ആദ്യ സന്ദേശം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നായിരുന്നു. മാനസാന്തരത്തിലൂടെ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് യേശു പ്രഖ്യാപിച്ചു. ലോകത്തിലെ സഭകളിൽ ആർക്കും പ്രവേശിക്കാം. എന്നാൽ യഥാർത്ഥമായ മാനസാന്തരവും വീണ്ടും ജനനാനുഭവമില്ലാത്തവർക്ക് ദൈവരാജ്യത്തിൽ ഒരിക്കലും പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതാണ് നിക്കോദിമോസിനോട് എന്ന യഹൂദ പ്രമാണിയോട് യേശു വ്യക്തമാക്കിയത്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. യഥാർത്ഥമായ വീണ്ടും ജനനാനുഭവവും നിരന്തരമായ മാനസാന്തരവും കൊണ്ട് മാത്രമേ ഒരാൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്ന് തിരുവെഴുത്ത് പറയുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? എങ്കിൽ നിരന്തരമായ മാനസാന്തരം താങ്കളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്യുക. കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ ഈ ആഹ്വാനത്തിന് മുമ്പന്നത്തേക്കാളും പ്രസക്തിയേറിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആയതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നയിപ്പിക്കപ്പെട്ട ക്രിസ്തുവാകുന്ന യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഓർക്കുക, മാനസാന്തരപ്പെടണമെന്നത് സകല മനുഷ്യരോടുമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ സ്വയം പാപിയാണ് എന്ന് ദൈവം മുൻപാകെ ഏറ്റുപറയുകയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകലും വീണ്ടെടുപ്പും ലഭിക്കേണ്ടതിനായി അപേക്ഷിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവപുത്രൻ്റെ രക്തത്താൽ രക്ഷയും വീണ്ടെടുപ്പും ദൈവരാജ്യപ്രവേശനവും സൗജന്യമായി പ്രാപിക്കാം. ഇപ്പോൾ ഈ സന്ദേശം താങ്കളെ ശുദ്ധീകരിക്കുവാൻ ഇടയാകും. വചനമനുസരിക്കുവാൻ തയ്യാറാകുക, മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, സ്വർഗരാജ്യം അവകാശമാക്കുക. മാറാനാഥ.